അനിശ്ചിതകാല സമരം തുടരാൻ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജുകളിൽ നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഉണ്ടാകില്ല. വേതന കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ പരിഗണിക്കുന്നതുവരെ സമരം തുടരാനാണ് സംഘടനയുടെ തീരുമാനം. 2016 മുതലുള്ള വേതന കുടിശ്ശിക നൽകുക, ഉടൻ ഒഴിവുകൾ നികത്തി നിയമനങ്ങൾ നടത്തുക, അമിത ജോലിഭാരം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 7 മാസത്തിലധികമായി KGM-CTA സമരത്തിലാണ്. ഇതുവരെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകാതെ വന്നതോടെയാണ് സമരം തുടരുന്നത്. OP ബഹിഷ്കരണത്തിന് പിന്നാലെയാണ് നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മുടക്കുന്നത്. അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് എന്താണ് കാര്യങ്ങളെന്നുള്ളത് സംസാരിക്കാമായിരുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. നാളെ മുതൽ അക്കാഡമിക് ബോയ്ക്കോട്ടും OP ബോയ്ക്കോട്ടും നിരാഹാര സമരവും കണ്ടിന്യൂ ചെയ്യുകയാണ്. സമരത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. ഭൂരിഭാഗം ഡോക്ടർമാരും സമരം തുടങ്ങിയതോടെ വിവിധ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനവും നിലച്ച മട്ടിലാണ്. അതേസമയം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന് പിന്തുണയുമായി നാളെ സംസ്ഥാന വ്യാപകമായി PG ഡോക്ടേഴ്സ് OP ബഹിഷ്കരിക്കും. സ്റ്റൈഫൻ പരിഷ്കരണം നടപ്പാക്കാത്തതുന്നയിച്ചാണ് PG ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം. മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അധ്യാപനം ബഹിഷ്കരിച്ചതിനാൽ PG ഡോക്ടേഴ്സിന് ക്ലാസുകളും ലഭിക്കുന്നില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.